ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് സാമ്പാറാണ്. തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ പൊടിയിട്ട് വെക്കുന്നതാണ്. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതലും തേങ്ങ അരച്ചിട്ട് വയ്ക്കാറ്. സാമ്പാർ പൊടിയിട്ട് വെക്കൽ കുറവാണ്. എന്നാലും ഇന്ന് നല്ല കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ കുറവാണ്. ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കുകയാണ്. ഗ്യാസ് തീർന്ന കാരണം അടുപ്പത്താണ് ചെയ്യുന്നത്. എൻ്റെ മിട്ടു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവൻ നോക്കുന്നുണ്ട്. തേങ്ങ ചെറുക്കുമ്പോഴേ ഞാൻ ഇവിടുന്ന് തേങ്ങ എടുക്കുമ്പോൾ അവൻ വരും. തേങ്ങയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതെന്തത് കാണിക്കണമെന്നാണ് ഈ നോക്കി നിൽക്കുന്നത് അവൻ. സാമ്പാറിൽ കഷ്ണങ്ങൾ കുറവാണ്. എല്ലാ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. മിട്ടുമാക്കി എന്നിട്ട് ഇങ്ങനെ നോക്കാൻ പോയിട്ടില്ല വന്നിട്ടേ. ഇപ്പം കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. പരിപ്പ് വെന്തപ്പോൾ കഷ്ണങ്ങളൊക്കെ അരികിട്ടു. തിളച്ചിട്ട് പൊടികളൊക്കെ ചേർക്കുവാണേ. ഉണ്ടാക്കുന്നത് ഇത് ഞാൻ തേങ്ങ അരച്ചിട്ട് ചെയ്യാറ് കൂടുതലും. ഉടങ്ങി പിന്നെ ഒഴിക്കുന്നത് ഉടക്കനുസരിച്ചിട്ട് സാമ്പാർ പൊടി, ശീലം കായപ്പൊടി ചേർക്കുന്നുണ്ട്. മറ്റു കായം മറ്റതില്ല, പൊടിയുള്ളൂ. അതാണ്. അപ്പോൾ സാമ്പാർ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനിയൊരു ചെറിയ വറുത്തതും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്ബാക്കാത്തവരെന്നെ സബ്ബാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. സാമ്പാർ റെഡി. എങ്ങനെയുണ്ടെന്ന് പറയണേ, കമൻറ്റിലൂടെ അറിയിക്കണേ.